വാസ്തവത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എനിക്ക് ട്രെയിനിന് പോകേണ്ടത് കൊണ്ടും ട്രെയിന് കായംകുളത്ത് നിന്നായതുകൊണ്ടുമാണ് ഞാൻ നേരത്തെ അങ്ങനെ സൂചിപ്പിച്ചത്. വിഷയം നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഹിന്ദുക്കളുടെ ഇടയിലെ വലിയ ഒരു ഭിന്നിപ്പ്. നേരത്തെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലം. നമ്മൾ പൊതുവിൽ നോക്കുന്ന സമയത്ത് അവരുടെ ലാസ്റ്റ് റിസോർട്ടാണ്. ബാക്കി എല്ലാ മേഖലയും അവർ പിടിച്ച് തകർത്ത് കഴിഞ്ഞു, അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. അവസാനമാണ് ഈ എന്താ പറയുന്നത് സിനിമ മേഖലയിലേക്ക് വന്നത്. അടുത്ത ചുവടുവയ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാര് ഇസ്ലാമിക ഭീകരന്മാരുടെ പ്രതിനിധികളായി മാറും. ഇന്ന് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും മാറ്റപ്പെടുന്നു. തിരുത്തു പറയുമ്പോ ചോദിക്കുമ്പോ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സനാതന ധർമ്മത്തെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്ന സമയത്ത് ഏറെ ബഹുമാന്യനായിട്ടുള്ള പണ്ഡിതാഗ്രഹീസരനായിട്ടുള്ള ആ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമിജി അവറുകള് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടൻ മറുചോദ്യം വരും, അന്വേഷണം വരും. ചിദാനന്ദപുരി സ്വാമിജി അത് പറയുവാൻ അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്, ഏത് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഇതിന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്? ഇവിടെ ഇതിന് ഈ ഒരു പ്രസ്താവ്യം നടത്തിയിട്ടുള്ളത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഏത് വിഷയത്തിലാണെന്നറിയാമോ? അയാളുടെ ഡോക്ടറേറ്റ് KT ജലീലിന്റെ ഡോക്ടറേറ്റ് ആണ്. അല്ലെങ്കിൽ മറ്റു പലരും വാഴക്കൊല തിരിച്ചു വെച്ചതിന്റെ പേരിൽ കിട്ടിയ ഡോക്ടറേറ്റ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തില് നമ്മുടെ നാട്ടിലെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും തിരുത്തൽ കൊണ്ടുവരുന്നതിന്റെ ഒരു സൂചന അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സിനിമയും. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ, അദ്ദേഹം 5 സിനിമകള് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആ തിരക്കഥയിൽ അല്പം മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. അതിലൊന്നായിരുന്നു വേലുത്തമ്പി ദളവ. അതിന് മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്താണ്? ചരിത്ര സത്യത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ ഇംഗിതത്തിനനുസരണമായി പൊതുജന സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനുള്ള അതിതീവ്രമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണത്. അതിനുവേണ്ടിയായിരുന്നു ആ ശ്രമം. ആ സംവിധായകൻ കഴിഞ്ഞ ഏതാണ്ട് 7 വർഷമായി ഒരു സിനിമ പോലും ചെയ്യാൻ, ഇതിനോടകം അദ്ദേഹത്തിന് വന്നതൊക്കെ തന്നെ, അതായത് പ്രൊഡ്യൂസർ പറയുന്നത് മാതിരി സംവിധാനം ചെയ്തു കൊടുക്കണം. അതാണ് ഇവിടെ ആവശ്യം. ഈ പ്രൊഡ്യൂസർമാരെല്ലാം തന്നെ സുഡാപ്പികളാണ്. വാസ്തവത്തില് വളരെ ഹൃദയവേദനയോടെ പറയട്ടെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ഇന്ന് ഒരു പരിധി വരെ അവരുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെ ഗുണമോ അല്ലെ അവരുടെ നിലനിൽപ്പിന്റെ ആധാരമോ സത്യസന്ധമായി കൃത്യമായി തൊഴിൽ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്ന ഒരു നഗ്ന സത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഇവിടെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ സൂചിപ്പിച്ചാണ്, ശബരിമലയില് ഒഴുകുന്ന കള്ളപ്പണത്തെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് അന്വേഷിക്കുക? ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ 64 വയസ്സ് പ്രായമായി. ഈ 64 വയസ്സിൽ ഏതാണ്ട് 2.5 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ശബരിമലയിൽ പോകുന്ന ആളാണ്. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെടാറുള്ളതാണ്. ശബരിമലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക അട്ടിമറി നടക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. GSTയിലെ ഉദ്യോഗസ്ഥന്മാര്, എക്സൈസിലേത്, എന്തിന് സർക്കാർ പൂർണ്ണമായിട്ടും ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഈ കരാറ് മാറി ബിനാമിയെ വെച്ച് നടത്തുന്നതിനെ ദേവസ്വം ബോർഡ് എതിർക്കുന്നില്ല? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എതിർക്കില്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളും എതിർക്കുകയില്ല, മലബാർ ദേവസ്വം എതിർക്കുകയില്ല, കൊച്ചിൻ ദേവസ്വം ബോർഡ് എതിർക്കുകയില്ല, ഗുരുവായൂർ ദേവസ്വം എതിർക്കുകയില്ല, കൂടൽമാണിക്യവും എതിർക്കുകയില്ല. കാരണം അവിടെയെല്ലാം തന്നെ ഇസ്ലാമിക ഭീകരന്മാരുടെ പിടിമുറുകിയിരിക്കുകയാണ്.
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മൾ കാലാന്തരങ്ങളായി നോക്കുമ്പോൾ ലോകത്തിൽ ആകമാനം ഉണ്ടായി വരുന്നതാണ്. ഈ ഭാരത രാഷ്ട്രത്തെ എങ്ങനെ നശിപ്പിക്കാം? 78 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഭാരത രാഷ്ട്രത്തിന്റെ വിസ്തൃതി ഇന്ന് കേവലം 32 ലക്ഷം, അല്ലെങ്കിൽ കഷ്ടിച്ചെല്ലാം കൂടി നുള്ളിപ്പറക്കിയെടുത്താൽ 34 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഒഴിച്ച് ബാക്കി 38 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പോയെങ്കിൽ മുഴുവൻ 99% അതിൽ പോയത് ഇസ്ലാമിക ഭീകരവാദം, ഇന്ന് തഴച്ചു വളർന്നതിന് കാരണമായ ഇസ്ലാമിസം, ആ വാദഗതി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിനകത്ത് എപ്പോഴും രാഷ്ട്രീയക്കാർ മാത്രമല്ല, മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും അതിനോടൊപ്പം കൂടും. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് ഒരു പരിധി വരെ. ഞാൻ ചോദിക്കട്ടെ, ഏറെ ബഹുമാന്യനായിട്ടുള്ള സ്വർഗീയ നസീർ സാർ, അദ്ദേഹം സിനിമ ചെയ്തിരുന്നല്ലോ. ഇതേമാതിരി ഹിന്ദു വിരുദ്ധമായ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിരുന്നോ? ഏറെ ബഹുമാന്യനായ KP ഉമ്മർ ചെയ്തിരുന്നു. ഇന്ന് മമ്മൂട്ടിയെ പോലെയുള്ള നടന്മാര്, വാസ്തവത്തിൽ ഈ പരാമർശം കേട്ടപ്പോ ഒരാള് നേരത്തെ ബാബാജി സൂചിപ്പിച്ചത് മാതിരി, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഷർഷാദ് പറഞ്ഞത് തെറ്റാണ് എങ്കില് അതിനെതിരെ നടപടിയെടുക്കാമല്ലോ. ഏറെ ബഹുമാനായ ബൈജുവിന്റെ പേരിൽ 153A അനുസരിച്ച് കേസെടുക്കാമെങ്കിൽ ബൈജു എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ ധാരാളം വക്കീലന്മാരെ കാണിച്ചിരുന്നു. അവർ പറഞ്ഞു കോടതിയിൽ അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞു. തട്ടിപ്പാണ് ഈ സർക്കാർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ജാമിദ ടീച്ചറുടെ പേരിൽ എടുത്തില്ലേ 153A? എന്താണ് ഈ ഷർഷാദിന്റെ പേരിൽ 153A അനുസരിച്ച് കേസെടുക്കാൻ കേരള സർക്കാരും ഇപ്പോഴത്തെ പോലീസും മടിക്കുന്നത്? DGPക്ക് ചങ്കൂറ്റം ഉണ്ടാവില്ല, കേരള DGPക്ക്. കാരണം എന്താണ്? കേരള DGPയും ഇതിന്റെ പ്രതിരൂപമാണ്. യാതൊരു സംശയമില്ല അക്കാര്യത്തില്. അത് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവിഷനിൽ ഭാരതത്തിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ചെയ്തു വെച്ചതിന്റെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുണ്ട്. അത് പരിശോധിച്ചാൽ അത് കൃത്യമാണ്. ഇവിടെ നാം ചോദിക്കട്ടെ, ഇത്രയും കാലം ഈ മമ്മൂട്ടിയുടെ മനസ്സ് എവിടെയായിരുന്നു? മമ്മൂട്ടി എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ മമ്മൂട്ടി? അപ്പൊ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കണ്ടേ. കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് KT ജലീൽ ആദ്യം സിമിക്കാരനാവുന്നു. KT ജലീൽ സിമി കഴിഞ്ഞിട്ട് നേരെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമാകുമ്പോ, പ്രിയ സുഹൃത്തുക്കളെ, എന്റെ ന്യൂസ് കഫേ ലൈവിലെ മുഴുവൻ പ്രേക്ഷകരോടുമായിട്ട് പറയുന്നു, നിങ്ങളൊന്ന് വിലയിരുത്തുക. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിലും 70% മേൽ ഇസ്ലാമിക ഭീകരന്മാരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നും കേന്ദ്ര സർക്കാരിനെ പോലും എന്താ പറയുന്നത്, വാസ്തവത്തിൽ സാധാരണ ജനങ്ങളും ഒരു വലിയ വേദനയോടാണ് അതിനെ കാണുന്നത്. KT ജലീൽ കടത്തിക്കൊണ്ടുപോയത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഖുർആനകത്ത്, അതേപോലെ തന്നെ ഏതോ ഒരു പഴം ഉണ്ടായിരുന്നല്ലോ, ഈന്തപ്പഴത്തിലെയൊക്കെ ഈ സ്വർണം കയറ്റിക്കൊണ്ടുപോയിട്ട് അന്വേഷണം എവിടെ? വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ ഇതിന്റെ എൻഡ് യൂസർ വരെ, അവസാന ഉപഭോക്താവ് വരെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കൊണ്ടുവന്ന വ്യാജ സ്വർണം അതിനെ സംബന്ധിച്ച് അറിയിക്കണം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എവിടെ പോയി? ഇതിന്റെ പ്രഭവസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ഉപയോഗം എവിടെയായിരുന്നു? അപ്പൊ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടറിയാം. KT ജലീൽ ഇത് മുഴുവന് ഈ നാട്ടിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആക്കവും തൂക്കവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത നടപടിയാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മുഖ്യമന്ത്രിയുടെ മകളെ ലവ് ജിഹാദിൽപ്പെടുത്തി. അല്ലെന്ന് പറയാൻ പറ്റൂ? ആ പെണ്ണിനെ വേറെ ആദ്യമേ വിവാഹം കഴിച്ചതാണല്ലോ. ആ വിവാഹ ബന്ധം എന്തുകൊണ്ട് വേർപെടുത്തി? എങ്ങനെ പോയി? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ മാതൃകയാണ്, രാജാവ് മാതൃകയാണ്. കുഞ്ചൻ നമ്പ്യാർ പാടിയത് മാതിരി എമ്പ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ആ പ്രമാണത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ്
ഈ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ ലവ് ജിഹാദിൽ പെടുത്തി ഇതായിരുന്നു അടിച്ചോണ്ട് പോയി. ഇന്ന് മുഹമ്മദ് റിയാസാണ് ചീട്ടെഴുതുന്നത്. മുഹമ്മദ് റിയാസാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചങ്ങല തിരിക്കുന്നത്, എങ്ങോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ചങ്ങല മുറുക്കുന്നത് അയാളാണ് മുറുക്കുന്നത്. അപ്പൊ നമുക്കിത് കാണാൻ കഴിയില്ല. ഇന്ന് എന്തുകൊണ്ടാണ്? എല്ലാ മേഖലയിലേക്കും കടന്നു കയറി. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ മമ്മൂട്ടിയെ മാത്രം കുറ്റം പറയുന്നില്ല. മറ്റൊരു മഹാനടനുണ്ടല്ലോ, വാസ്തവത്തിൽ അദ്ദേഹത്തോടൊക്കെ വളരെയധികം വേദനയോടെയാണ് പറയുന്നത്. ആ മഹാനടനെ ഭാരത സർക്കാർ മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മഹാപ്രതിഭാശാലികളെ ക്ഷണിച്ച കൂട്ടത്തിൽ വിളിച്ചപ്പോ ഇയാൾ പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടുത്തെ സുഡാപ്പി മുസ്ലിമിനെ ഭയന്നിട്ടാണ്, ഭയന്നിട്ടാണ് വരാതിരുന്നത് മുഴുവൻ. NSS ജനറൽ സെക്രട്ടറി വരാതിരുന്നത് ഭയന്നിട്ടാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വരാതിരുന്നത് ഭയന്നിട്ടാണ്. എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും വലിപ്പച്ചെറുപ്പമില്ലാതെ വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷണിച്ചിരുന്നു. നാം ആലോചിച്ച് നോക്കണം, ഇതെല്ലാം എന്തിനു വേണ്ടി? മമ്മൂട്ടിക്കാവാം, മോഹൻലാലിന് പാടില്ല. മോഹൻലാല് ഭയമാണ്, പെടുക്കും. മനസ്സിലായില്ലേ? ഭയന്ന് പെടുക്കും. അത് തന്നെയായിരുന്നു പൃഥ്വിരാജിന്റെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തിന്റെയും ഒക്കെ കഥയും അത് തന്നെയായിരുന്നു. ഒരു നല്ല കുടുംബം, സംഘ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു അവരുടെ ബാല്യവും യൗവനവും ഒക്കെ തന്നെ. ഇന്ന് അവർക്ക് ഭയമാണ്, അവരുടെ കരിയർ നഷ്ടപ്പെടുമോ? അത്തരത്തിലാണ് ഈ മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടന്മാരെന്ന് പൊതുസമൂഹം. ഇന്ന് അദ്ദേഹത്തിന് എന്താണ് അർഹത ഇതിന് പറയാനുള്ളത്? പൊതുസമൂഹത്തിനുള്ളിലെ എന്താണ് പറയുന്നത്? വെറുപ്പിന്റെ ബാലപാഠം പകർന്നു കൊടുത്തുകൊണ്ട് അതിനെ വടവൃക്ഷമായി വളർത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ മഹാനടൻ എന്ന് പറയാൻ പറ്റും? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? വാസ്തവത്തില് ഇത് കള്ളക്കണക്കല്ലേ ഇവർ ചെയ്യുന്നത്? കള്ളമല്ലേ ഇവർ ചെയ്യുന്നത്? സിനിമ ഹറാമാണ് എങ്കിൽ, അന്തസ്സുള്ള മുസ്ലിം ആണെങ്കിൽ ഹറാമായ പ്രവൃത്തി ഞാൻ ചെയ്യില്ലടൂ. എനിക്ക് ഈ സിനിമയും വേണ്ട, സിനിമയിൽ നിന്നുള്ള പണവും വേണ്ട. എന്താ പറയാത്തത്? ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ, കേരളത്തില് ഒരു വ്യാപാര ശൃംഖല തകർത്തത്, അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? ഒരു പള്ളിയുടെ മുമ്പിൽ ഹോൺ അടിച്ചു പോയി എന്ന്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടോ എന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയായിരുന്നു. അപ്പൊ ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന അതും അയാൾ പറയുന്നു, അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് അതിനെ ഇങ്ങനെ വളർത്തി താലോലിച്ചു കൊണ്ടുവന്നത്, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത, മനുഷ്യത്വം മരവിച്ച, ശരീഅത്ത് നിയമങ്ങളെ മുറുകെ പിടിക്കുന്ന ഇവരെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ചെയ്യുമ്പോൾ തന്ത്രപരമായ സമീപനമല്ലേ മമ്മൂട്ടി നിങ്ങൾ ഈ ലോകത്തോട് കാണിക്കുന്നത്? ഇവരൊക്കെ തന്നെ ഹിന്ദു വിരുദ്ധന്മാരാണ്, യാതൊരു സംശയവും. അതിനകത്ത് ഈ മോഹൻലാലിനെ പോലെയുള്ളവര്, എന്റെ സുഹൃത്ത്, എന്തിനാ നിങ്ങൾ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? സാധാരണക്കാരൻ ചോദിക്കും. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ സാധാരണക്കാരനായിട്ട് സിനിമ കാണുന്നവനാണ്. നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും അങ്ങേയറ്റം അഭിമാനം കൊണ്ട ഒരു സാധാരണ ഹിന്ദുവാണ് ഞാൻ. ഒരു മഹാനടൻ എന്നുള്ള നിലയില് ഈ ഇസ്ലാമിക ഭീകരതയെ തളർത്താൻ ശ്രമിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായി സ്വപ്നം കണ്ടിരുന്നു മമ്മൂട്ടിയില്. എനിക്കിന്ന് കിട്ടിയത് എന്താണ്? തിരിച്ചടിയാണ് കിട്ടിയത്. ഞാൻ എങ്ങനെ ഈ മഹാനടൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ അംഗീകരിക്കും? എന്നെയും എന്റെ കുടുംബത്തെയും മാത്രമല്ല, എന്റെ സമൂഹത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ മതത്തെയും മൂടോടെ നശിപ്പിച്ച് എന്റെ രാഷ്ട്രത്തെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കച്ചകെട്ടിയിറക്കുന്ന ഈ വ്യക്തിത്വത്തെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നാം ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും 1, 2, 3 എണ്ണി പറയുക. MM മണി പറഞ്ഞ പോലെ അല്ല, ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കുക. അയാളുടെ എല്ലാ പ്രവൃത്തിയും ഘട്ടം ഘട്ടമായിട്ടാണ്. സിനിമയിൽ കടന്നു വരുന്ന സമയത്ത് മഹാമാന്യനായിട്ട്, രണ്ടാമത് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, മൂന്നാമത് വന്നു കഴിഞ്ഞപ്പോ കൃത്യം സുഡാപ്പിയായിട്ട്. അപ്പൊ അയാളുടെ എല്ലാ കഴിവുകളും
അയാളുടെ എല്ലാ സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് അതിമഹത്തായ ചിരപുരാതനമായ നിത്യനൂതനമായ സനാതന ധർമ്മത്തെ മൂടോടെ പിഴുതെറിഞ്ഞുകൊണ്ട് അതിന്റെ സംരക്ഷകരായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ, അത് വിശ്വശാന്തിക്ക് വേണ്ടി ഈ ലോക സമക്ഷം ബഹുജന സുഖായ ബഹുജന ഹിതായ ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതിനെ അംഗീകരിക്കാൻ മഹാനടനായ ഈ സുഡാപ്പി മഹാനടൻ മമ്മൂക്കയ്ക്ക് തയ്യാറുണ്ടോ? ഒരു തരവില്ല. ഇവരെയൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഇന്ന് സുഡാപ്പികളുടെ കയ്യിലായി. ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, ഈ കള്ളപ്പണം ഏറ്റവും കൂടുതൽ ഒഴുക്കുന്ന, സദാചാര ബോധം നഷ്ടപ്പെടുത്തുന്ന, പകൽമാന്യന്മാരായിട്ട് ഒരുപക്ഷെ ചിലരെങ്കിലും ഒക്കെ നയിക്കുന്ന നടക്കുന്നതായിട്ടുള്ള ഒരു മേഖലയെ ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഏറെ ബഹുമാന്യനായ രാമസിംഹൻജിയെ പോലെയുള്ള ആളുകള് പുറത്തു കൊണ്ടുവന്നിട്ട് സിനിമയെ യഥാർത്ഥ കലയായി സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജനങ്ങളുടെ ഹൃദയത്തിനെ തണുപ്പിക്കുന്ന, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ, അവന് നല്ല ഉത്തമമായ ഉദാത്തമായ ജീവിത സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന മതസൗഹാർദ്ദവും അതേപോലെ തന്നെ മതനിരപേക്ഷതയും സർവധർമ്മ സമഭാവനയും പകർന്നു കൊടുക്കുന്ന തരത്തിലാവണം നമ്മുടെ സിനിമ. അത് ഞാൻ മമ്മൂട്ടിയെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സിനിമയിലൂടെ നിങ്ങൾ ഈ സന്ദേശം പകർന്നു കൊടുക്കാൻ തയ്യാറാണോ? അതിൽ ചെയ്യില്ല. കാരണം എന്താണ്? ലോക ഇസ്ലാമിക ഭീകര സംഘടനയുടെ കയ്യിലെ ടൂളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ബഹുമാന്യനായ VK ബൈജുവിനോട് ഞാൻ ഒരൊറ്റ കാര്യം അപേക്ഷിക്കുകയാണ്. ഇതൊരു അപേക്ഷയാണ്. നമ്മുടെ സ്വപ്ന സുരേഷിനെ കൂടി കിട്ടിയാൽ അടുത്തത് ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്കെടുത്താൽ വളരെ ഗംഭീരമായിട്ട് അവർ തുറന്നടിച്ച് പറയും. ഇസ്ലാമിക ഭീകരരുടെ കയ്യിലെ ടൂളായിരുന്നു ഒരു കാലഘട്ടത്ത് മതം മാറ്റപ്പെട്ട, ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട ആ മഹനീയ വനിത. അവര് ഝാൻസി റാണിയാണ്. അവർ ഈ അനീതിക്കെതിരെ താൻ ചെന്ന് പെട്ടത് പടുകുഴിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് പ്രതികരണത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോൾ അവരുടെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ ഈ സ്വർണ്ണ കള്ളക്കടത്തടക്കം ഈ രാജ്യത്തെ ഫണ്ടിങ് ഏജൻസീസ് ആരൊക്കെയാണ് ഇവിടുത്തെ ഈ കള്ള സിനിമ നിർമ്മാതാക്കളുടെ പോക്കറ്റിലേക്ക് എത്തുന്ന, ഈ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ കലുഷിതമാക്കുന്ന, ഇവിടെ ഈ മയക്കുമരുന്ന് എന്താണ് പുറം ലോകത്തെ ഒറ്റ ഷിപ്മെന്റേ പിടിച്ചുള്ളൂ. ആ ഒറ്റ ഷിപ്മെന്റിൽ വന്നത് 26,000 കോടി രൂപ വിലയുള്ള MDMA-യും അതേപോലെയുള്ള വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളും ഡ്രഗ്സുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ആകെ ജനസംഖ്യ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എബൌട്ട് എന്നും പറഞ്ഞെടുത്താൽ പോലും 4 കോടി എന്ന് നമ്മൾ കണക്കാക്കിയാലും ഒരു വ്യക്തിക്ക് 6,000-നും 6,500-നും ഇടയിൽ കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലെ ഒറ്റ ഷിപ്മെന്റിൽ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് ഇനിയും പിടിക്കണം. ഇത് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണിത് കൊണ്ടുവരുന്നത്? ആരുടെ കൈകളിലേക്കാണ് ഇതിന്റെ പണം പോകുന്നത്? ഇത് പിടിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല. കാരണം ഈ കേരള സർക്കാരിനെ, അത് ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും, രണ്ടു മുന്നണിയും ഇന്ന് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണ്. ഏത് മാറി വന്നാൽ, ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്, തുറന്നു പറയുന്നതിൽ വളരെ വിഷമത്തോടു കൂടിയാണ്, സത്യം പറയാതിരിക്കാൻ ഒരു പരിധി വരെ. ഉടനെ കാണും വല്ല മാറ്റം വന്നാലും ഇതിങ്ങനെ തന്നെ പോകുമോ എന്നൊരു ആശങ്കയുമുണ്ട്. കാരണം ഇപ്രാവശ്യം വന്ന ഈ സെൻട്രൽ നോട്ടറിമാരുടെ ലിസ്റ്റ് കണ്ടപ്പോ, കൊലപാതകങ്ങളെ സഹായിച്ച മാന്യന്മാരുടെ ലിസ്റ്റ് അതിനകത്ത് കണ്ടപ്പോ ചങ്കടിച്ചു പോയി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തില് നമ്മുടെ രാജ്യം പോകുന്ന സമയത്ത് ഇതിനൊരു പരിഹാരം കാണാം. എന്താണ്? എല്ലാവരും മമ്മൂട്ടിയെ സൂചിപ്പിക്കണം. രാമസിംഹനായി പോയത് അലി അക്ബർ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു. അലി അക്ബർ രാമസിംഹനായതുകൊണ്ട് രാമസിംഹനെ എത്രത്തോളം ചവിട്ടി താഴ്ത്താമോ, എത്രത്തോളം ഇകഴ്ത്താമോ, എത്രത്തോളം തകർക്കാമോ, അതിന്ന് ഏറ്റവും എന്താ പറയുന്നത് ഡിമാൻഡുള്ള ഒരു ഐറ്റമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയണം.
എനിക്ക് സമയക്കുറവ് മൂലം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരവസരം തന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുവാനുണ്ട്. ഹൃദയവേദനയോടുകൂടിയാണ് പറയുന്നത്. ഈ കാപട്യം, ഈ സാംസ്കാരിക നായകന്മാരായി ജനം വിലയിരുത്തുന്ന ഈ സിനിമ ഇന്നും ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു കലാരൂപമാണ്, നെഞ്ചേറ്റിയിട്ടുള്ളതാണ്. അവന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കഥകളിയോ അല്ലെങ്കിൽ മറ്റൊരു ഐറ്റം മാതിരിയല്ല. സർവ്വസാധാരണക്കാരന് പോലും പെട്ടെന്ന് വളരെ വേഗത്തിൽ അവനിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് സിനിമ. ആ സിനിമയിലെ കഥാതന്തു അത് പരമപ്രധാനമാണ്. ആ കഥാതന്തുവാണ് യഥാർത്ഥ ഭാരത ചരിത്രത്തെയും ഇവർക്ക് എന്തുകൊണ്ട് വേർന്നെടുക്കാൻ സാധിക്കുന്നില്ല? വേറെ എന്തെല്ലാം സിനിമയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നു. പക്ഷേ സനാതന ധർമ്മത്തെ മൂടോടെ പിഴുതെറിയുക, അത് ലോക ഇസ്ലാമിക ഭീകരന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ്, ലോക ഇസ്ലാമിക ഭീകരന്മാരുടെ അജണ്ടയാണ് അവരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഈ സിനിമാ ലോകം, സിനിമാ രംഗത്തെ ആളുകൾ ഒന്നുകിൽ നിശബ്ദരാക്കപ്പെടുന്നു, മറ്റവർ പരസ്യമായി രംഗത്ത് വരുന്നു. മമ്മൂട്ടിയെ പോലെയുള്ളവർ. നാളെ ഇന്ന് നിശബ്ദരായിരിക്കുന്ന മോഹൻലാൽ അടക്കം മമ്മൂട്ടിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നാളെ രംഗത്ത് വരും എന്ന് കേരള ജനത ഭയപ്പാടോടെയാണ് കാണുന്നത്. പക്ഷേ സർവേശ്വരൻ ഇതിനെതിരെ പ്രതികരിക്കും. കാലോചിതമായ പ്രതികരണം ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമായി വന്നിട്ടുണ്ട്. ആ കാലോചിതമായ പ്രതികരണത്തിന്റെ മുമ്പിൽ ഇവന്മാരല്ലേ ഈയാംപാറ്റകളെ പോലെ വെന്തെരിയും എന്നതിന് രണ്ടു പക്ഷമില്ല. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.